നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്നൊരു എൻട്രി എടുത്തിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ സിങ്കിൽ. ഷോർട്ട് എൻട്രി ആണ്. എൻട്രിയുടെ ലൈവ് വീഡിയോ ആണിത്. അതായത് നമുക്കൊന്ന് ഓർഡർ ഫ്ലോ എടുത്ത് നോക്കാം, എന്നിട്ട് ഞാൻ പറയാം എൻട്രിയുടെ റീസൺസ്. അതായത് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ആ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടോ ആ വലിയ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടോ? ഈ ഗ്രീൻ ക്യാൻഡിൽ എന്താണ്? സെല്ലേഴ്സ് ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, താഴേന്ന് നല്ല ബയ്യേഴ്സ് വന്നിട്ടുണ്ട്. ബയ്യേഴ്സ് സ്ട്രെങ്ത് ഉണ്ട്, മാർക്കറ്റ് വീക്ക് അല്ല. പക്ഷെ സ്റ്റിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് എത്തിയ സമയത്ത്, ആ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന സമയത്ത് അവിടെ വീക്ക് ആയിട്ടുണ്ട് ബയ്യേഴ്സ്. പുതിയ സെല്ലേഴ്സ് വരുന്നുണ്ട്. അതായത് താഴേന്ന് വാങ്ങിയ കുറെ ആൾക്കാർ അവിടെ എക്സിറ്റ് ചെയ്ത് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഡെൽറ്റ നെഗറ്റീവ് ആയത്. അതിന് തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ കണ്ട് നിൽക്കറിയാം, റെഡ് ക്യാൻഡിൽ ബയ്യേഴ്സ് ഉണ്ട്. അപ്പം അത്രയും ബയ്യേഴ്സ് അവിടെ എത്തിയിട്ട് പോലും അവർക്ക് ക്യാൻഡിൽ ഗ്രീൻ ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ബ്രേക്ക് ഔട്ട് ലെവലിലാണ് ഇത് സംഭവിക്കുന്നത്. ബ്രേക്ക് ഔട്ട് ലെവലിലാണ്. അതാണ്. അതിനുശേഷം ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ വരുന്നു, പക്ഷെ അവിടെ നെഗറ്റീവ് ഡെൽറ്റയാണ് വരുന്നത്. നമ്മുടെ എൻട്രി ഇവിടെ എന്തായാലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ടൂൾ എടുത്ത് മാർക്ക് ചെയ്യാം, നമ്മുടെ എസ്എന്റെ ലെവലും കാര്യങ്ങളൊക്കെ. ഇതൊരു ചെറിയ ട്രേഡാണ് കേട്ടോ. ഇത് നമുക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മുടെ ആ ഗെയിൻ ഉണ്ടോ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ടാർഗറ്റ് എത്തുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറും. കാരണം അവിടുന്ന് അതിന്റെ താഴെ നിന്നൊക്കെ ബയ്യേഴ്സ് നല്ല രീതിയിൽ പുഷ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ബയ്യേഴ്സ് ഉണ്ട്, സ്റ്റിൽ ബയ്യേഴ്സ് അവിടെ ഉണ്ട്, നമുക്കറിയാം. പക്ഷെ സ്റ്റിൽ അവിടെ SL100 നടക്കാൻ സാധ്യതയുണ്ട്. അതായത് SL100 നമ്മൾ ചെയ്യും അവിടെ. എന്തായാലും എത്ര സമയം എടുത്ത് ടാർഗറ്റ് അടിക്കുമോ നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ഇന്ന് വീഡിയോ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം, വെറുതെ നിങ്ങളെ പോസ്റ്റ് ആവണ്ട. എന്തായാലും നമുക്ക് നോക്കാം. എന്താ ഇത്ര നേരം നമ്മുടെ ഈ ക്യാൻഡിൽ കണ്ടോ, നമ്മളിപ്പോൾ ഈ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ അവിടെ നല്ല ഡെൽറ്റ ഉണ്ട്. അതായത് ഒരു 1000 മേലെ ഡെൽറ്റ, പോസിറ്റീവ് ഡെൽറ്റ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് അതിന്റെ ഇവിടെ ഇപ്പൊ നെഗറ്റീവ് ഡെൽറ്റയായി. അപ്പൊ അവിടെ നമ്മൾ ബയ്യേഴ്സ് സ്ട്രഗിൾ ചെയ്യായിരുന്നു അവിടെ. അപ്പം സെല്ലേഴ്സ് അവരെ ഔട്ട്സ്മാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ സെല്ലേഴ്സ് 1000 മേളിൽ നമുക്കിപ്പം അതുകൊണ്ട് വീണ്ടും പോസിറ്റീവ് ഡെൽറ്റ ആവുന്നുണ്ട്. പക്ഷെ കാര്യമില്ല, അവർ നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബയ്യേഴ്സ് നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നേരി കാണാൻ പറ്റും. നെഗറ്റീവ് ഡെൽറ്റ പെട്ടെന്ന് കൂടി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം എന്താ സംഭവിക്കുന്നത്. വീണ്ടും പോസിറ്റീവ് 1000 വേണ്ടി പോസിറ്റീവ് വരുന്നുണ്ട്. പക്ഷെ കാര്യമില്ല, ഈ 1000 കൊണ്ടൊന്നും ഇവിടെ ഇപ്പം പ്രയോജനമൊന്നുമില്ല. 1000 പോസിറ്റീവ് ഡെൽറ്റ കൊണ്ടൊന്നും അല്ല. ഭയങ്കര ഡെൽറ്റ, ഒരു 10,000, 20,000, 25,000 ഒക്കെ ഡെൽറ്റ വന്നാൽ ഓക്കെ. ഈ 1000, 1500 ഡെൽറ്റ കൊണ്ടൊന്നും ഇവിടുന്ന് ഇനിയും പ്രൈസ് അവർക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് കൊണ്ടുപോകണമെങ്കിലും താഴോട്ട് വന്നു നമ്മുടെ ടാർഗറ്റ് ഏരിയയിലോട്ടൊക്കെ എത്തിയിട്ടാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും അവിടുന്ന് ബയ്യേഴ്സ് പുഷ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ നിന്ന് ഡയറക്റ്റ് അവർക്ക് ഇനി കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും നോക്കാം. അതെ, നമ്മുടെ ടാർഗറ്റിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നെഗറ്റീവ് ഡെൽറ്റ പക്ഷെ വലുതായിട്ട് അങ്ങോട്ട് കയറി വരുന്നില്ല. ടാർഗറ്റിൽ ഇത്ര അടുത്തൊന്ന് തിരിച്ച് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ എക്സിറ്റ് മാറും. കുഴപ്പമില്ല. ഇപ്പോൾ വീണ്ടും ഡെൽറ്റ കയറുന്നുണ്ട്, നെഗറ്റീവ് ഡെൽറ്റ കയറുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ടാർഗറ്റ് ഇപ്പം അടിക്കണം. അടിച്ചില്ലെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് ആവുമെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കയറി പോയാൽ നമ്മൾ എക്സിറ്റ് ആവും. നോക്കാം, തൊട്ടടുത്ത് നിൽക്കുകയാണ് ഈ ടാർഗറ്റ്. അടിച്ച് മക്കളെ അടിച്ച് നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ എൻട്രി എടുത്ത് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് നിന്ന് എക്സിറ്റ് ആയി മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെയും മാർക്കറ്റ് തിരിച്ചു കയറി. ഞാൻ എൻട്രി എടുത്തിട്ട് ഇവിടെ എത്തുമ്പം ഞാൻ ഇനിയും മാർക്കറ്റ് ഇച്ചിയോടെ
ഇവിടെ അങ്ങ് വേറെ വലിയ സപ്പോർട്ടൊന്നുമില്ല. മാർക്കറ്റിൽ താപ്പോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നായിരുന്നെങ്കിലോ. എസ് എൽ അല്ലേ, അല്ലെ കോസ്റ്റ് ഇറങ്ങേണ്ടി വരത്തില്ല. അപ്പം നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എൻട്രിയും കറക്റ്റ് ആക്കുക, എക്സിറ്റും കറക്റ്റ് ആക്കുക. എസ് എൽ ലണ്ടിങ്ങിനകത്ത് അതാണ് മെയിൻ പ്രയോറിറ്റി. അപ്പോൾ ഓക്കെ, ബൈ.